അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു PYQ ആണ്. ജൂൺ 2 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. ജൂൺ 2 നടന്നതാണ്. അപ്പോൾ ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളാത്തവ കണ്ടെത്താനാട്ടോ. ഉൾക്കൊള്ളാത്തവ കണ്ടെത്താനാണ്. ഏതൊക്കെ ഉൾക്കൊള്ളാത്തത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? എഴുതപ്പെട്ട ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത തന്നെ ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ? എഴുതപ്പെട്ട ഭരണഘടന. അപ്പോൾ ശരിയാണ്. പിന്നെ എന്താ പറയുന്നത്? ദി മണ്ഡല നിയമനിർമ്മാണ സഭ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ദി മണ്ഡല നിയമനിർമ്മാണ സഭ എന്നുള്ളത് അല്ലേ? ലോകസഭ രാജ്യസഭ എന്ന് പറയുന്ന രണ്ട് മണ്ഡലങ്ങൾ ആർക്കുണ്ട്? ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ്. മൂന്നാമത്തെ നോക്കാം. ഭേദഗതി വരുത്താൻ കഴിയാത്തത്. ഭേദഗതി വരുത്താൻ കഴിയാത്തതാണോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്? ഭേദഗതി വരുത്താൻ കഴിയുന്നതാണല്ലേ? ഇത് തെറ്റാണ്. ഭേദഗതി വരുത്താൻ കഴിയുന്നതാണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 106 ഭരണഘടന ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഭേദഗതി വരുത്താൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ. നമ്മൾ നേരത്തെ പറഞ്ഞു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് എന്നുള്ളത്. അപ്പോൾ ഈ നാലാമത്തെയും തെറ്റാണ്. അപ്പോൾ ശരി ഉൾക്കൊള്ളാത്തവ ഏതാണ്? ശരിയല്ലാത്ത കേട്ടോ ചോദിച്ചിരിക്കുന്നത് 3ഉം 4ഉം ആണ് അല്ലേ? 3ഉം 4ഉം ഓപ്ഷൻ ഏതാ? ബി ആണ് കേട്ടോ. ഇതാണ് തെറ്റായ പ്രസ്താവന. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണോ? നീതിന്യായ വിഭാഗമാണോ? നിയമനിർമ്മാണ വിഭാഗമാണോ? നീതിന്യായ വിഭാഗമാണ് കേട്ടോ. നീതിന്യായ വിഭാഗമാണ് ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത്. നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ സുപ്രീം കോടതി സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതിയാണ് അല്ലേ? അപ്പോൾ നീതിന്യായ വിഭാഗമാണ് ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കേട്ടോ. ടെസ്റ്റ് ക്രിക്കറ്റിൽ വിജയത്തിലേക്ക് നയിച്ച ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ ആരാ? സച്ചിനാണോ? ഗാംഗുലിയാണോ? രോഹിത് ശർമ്മയാണോ? വിരാട് കോഹ്ലിയാണോ? വിരാട് കോഹ്ലിയാണ് കേട്ടോ. ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാണ്? വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാ? ലിയോ 14-നാണോ? ജോൺ പോൾ 2-നാണോ? ഫ്രാൻസിസ് മാർപ്പാപ്പയാണോ? ബെനഡിക്ട് 16-നാണോ? ആരാ? ലിയോ 14-നാണ് കേട്ടോ. ലിയോ 14-നാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ. ആരാണ്? ലിയോ 14-നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പമേല റൂക്സ് നിർമ്മിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഇന്ത്യ വിഭജന കാലത്ത് കുറേ നോവലുകളും സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പമേല റൂക്സ് നിർമ്മിച്ച സിനിമയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? പതേർ പാഞ്ചാലിയാണോ? തമസ് ആണോ? ട്രെയിൻ ടു പാകിസ്ഥാൻ ആണോ? ഇതൊന്നുമല്ല. ഡി ആണോ ഓപ്ഷൻ? ഏതാ? സി ആണ് കേട്ടോ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആര് നിർമ്മിച്ചതാ? പമേല റൂക്സ് നിർമ്മിച്ചതാണല്ലേ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാ? ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പമേല റൂക്സ് നിർമ്മിച്ചതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ അല്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച വർഷം. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നു അല്ലേ? അത് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച വർഷം ഏതാ? 1954. 1954 എന്ത് ലയിപ്പിച്ചത്? ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച വർഷമാണ് 1954. അപ്പോൾ ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മാഹി ഉണ്ട്, കാരക്കലുണ്ട്, പിന്നെ യാനുണ്ട്, പിന്നെ ഏതാ? പോണ്ടിച്ചേരി ഉണ്ട്. ഇതെല്ലാം ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അല്ലേ? അതെല്ലാം 1954 നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? താഴെ പറയുന്നതിൽ പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇന്ത്യൻ പ്രദേശം. പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പോണ്ടിച്ചേരിയാണോ? ഗോവയാണോ? മാഹിയാണോ? യാനാണോ? നമ്മളിപ്പോൾ നേരത്തെ ഫ്രഞ്ചുകാരുടെ കോളനിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടോ? ഗോവ, മാഹി, യാനം. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാ? പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശം പോണ്ടിച്ചേരിയാണ് അല്ലേ? സോറി, ഗോവയാണ് കേട്ടോ. ഗോവയാണേ തെറ്റിപ്പോയി. ഗോവയാണ് കേട്ടോ. പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശം ഏതാണ്? ഗോവയാണ് കേട്ടോ. പോണ്ടിച്ചേരി, മാഹി, യാനൊക്കെ നമ്മൾ പറഞ്ഞു ഡച്ച് കോളനികളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ? ഫസൽ അലി ആണോ? ജവഹർലാൽ നെഹ്റു ആണോ? പൊട്ടി ശ്രീരാമുലു ആണോ? സർദാർ വല്ലഭായ് പട്ടേലാണോ? ആരാ? ഫസൽ അലിയാണ് അല്ലേ? ഫസൽ അലിയാണ് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ് അല്ലേ? 3 മെമ്പേഴ്സാണ് എന്തുണ്ടായിരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 3 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിലെ മെയിൻ ആളെന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു. പിന്നെ 2 പേര് ആരൊക്കെയായിരുന്നു? HN കുൻസ്രു ഉണ്ടായിരുന്നു. പിന്നെ മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അതാരാ? VP മേനോൻ അല്ലേ? VP മേനോനും ഉണ്ടായിരുന്നു അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചത്? ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത് ജർമ്മനിയാണോ, ബ്രിട്ടൻ ആണോ, അമേരിക്കയാണോ, സോവിയറ്റ് യൂണിയൻ ആണോ? ഇതിന് കോഡൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓ ജ, അതായത് റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടു കൂടി. അപ്പോൾ എവിടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഒഡീഷയിലാണ് അല്ലേ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡിൽ കൂൾ ഏത് രാജ്യക്കാരനാണ്? ഈ കെൻഡിൽ കൂൾ എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനാണെന്ന്, അതായത് 19 പ്രാവശ്യം അയാൾ എവിടെ എത്തി? എവറസ്റ്റിന് മുകളിലെത്തി. അത് ഏത് രാജ്യത്തു നിന്നുള്ള ആളാണ്? ഇന്ത്യയാണോ, നേപ്പാളാണോ, ബ്രിട്ടനാണോ, ബർമയാണോ? ബ്രിട്ടൻ എന്നുള്ള ആളാണ് കേട്ടോ. ഇത് സി ആണേ, റീസെൻറ്റ് സി ആണേ. അപ്പോൾ ബ്രിട്ടൻ എന്നുള്ള ആളാണ് കെൻഡൻ കൂൾ എന്നുള്ള വ്യക്തി. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണല്ലോ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ദി മണ്ഡല നിയമനിർമ്മാണ സഭയാണുള്ളത്. ദി മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് അല്ലേ. പിന്നെ അതേപോലെ ഭേദഗതി വരുത്താൻ കഴിയുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതുപോലെ ഭരണഘടന കാവലാണ് എന്നറിയപ്പെടുന്ന ആരാണ്? നീതിന്യായ വിഭാഗമാണല്ലേ, നീതിന്യായ വിഭാഗമാണ്. അതേപോലെ നമ്മൾ വിരാട് കോഹ്ലിയെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ്? അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു, ഇന്ത്യൻ്റെ ക്യാപ്റ്റനായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരുപാട് തവണ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാ ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. അതുപോലെ ഇപ്പോഴത്തെ മാർപ്പാപ്പ എന്ന് പറയുന്ന ആരാണ്? ലിയോ 14 ലിയോ 14 ഇപ്പോഴത്തെ മാർപ്പാപ്പ എന്ന് പറയുന്നത്. പിന്നെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സിനിമയാണ്? ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ സിനിമയാണ്. ആരെഴുതിയതാണ്? ആരുടെ സിനിമയാണ്? പമേല റൂപ്സിൻ്റെ അല്ലേ, പമേല റൂപ്സിൻ്റെയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ. അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഇന്ത്യ വിഭജനം അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അല്ലേ. അതേപോലെ ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. അത് ഇന്ത്യ യൂണിയൻ ലയിപ്പിച്ച വർഷം ഏതാണ്? 1954 ഏതൊക്കെ പ്രദേശങ്ങളാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇതെല്ലാം ആരുടെ ആയിരുന്നു? ഫ്രാൻസിൻ്റെ കോളനികളായിരുന്നു അല്ലേ. പിന്നെന്താണ്? പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഗോവയാണ് അല്ലേ. പിന്നെ അതേപോലെ നമ്മുടെ ഫസൽ അലി എന്ന് പറയുന്ന വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു ഫസൽ അലി എന്ന് പറയുന്നത്. അതുപോലെ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ആരുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് അല്ലേ. അതുപോലെ കെൻഡിൻ കൂൾ എന്ന വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടത്? എവറസ്റ്റ്, ഒരുപാട് തവണ എവറസ്റ്റ് കീഴടക്കി മുകളിലെത്തിയൊരു വ്യക്തിയാണല്ലേ. അതായത് 19 തവണയാണ് കേട്ടോ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ എന്നുള്ള വ്യക്തിയാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാ? കൽപ്പന ചൗളയാണോ, സുനിത വില്യംസ് ആണോ, സെറീന ഗ്രാഫ് ആണോ, ബുച്ച് വിൽമോർ ആണോ? ആരാ? സുനിത വില്യംസ് ആണ് അല്ലേ. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണ്? സുനിത വില്യംസ് ആണ് അല്ലേ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? താഴെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവന കേട്ടോ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. അതെന്താ? ശരിയായ പ്രസ്താവനയാണോ? ശരിയായതാണ് അല്ലേ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് അല്ലേ. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. അതെന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണല്ലേ. രണ്ടാമത്തെ വലുതാണ്. രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിക്കുള്ളത് കേട്ടോ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്താണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അതേപോലെ ആദ്യത്തെ പറഞ്ഞു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പിന്നെ കേരളത്തിലെ ആദ്യ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയമാണ്. അതെന്താണ്? ശരിയായ പ്രസ്താവന കേട്ടോ. കേരളത്തിന് ആദ്യ സ്വതന്ത്ര താപനിലയം ഏതാണ്? കായംകുളം താപനിലയമാണ്. പിന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. അതെന്താ? തെറ്റാണ് അല്ലേ. അതേതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പെരിയാർ നദിയിലാണല്ലേ. പെരിയാർ നദിയിലാണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെ? 1, 3 ആണല്ലേ. 1, 3 ആണ് ശരിയായത്. ഇനി എന്താ? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് ആണോ, അറ്റ്ലാന്റിക് ആണോ, ഇന്ത്യൻ ആണോ, ആർട്ടിക് ആണോ? പസഫിക് സമുദ്രത്തിലാണല്ലേ. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് ആണ്. അപ്പോൾ ആ പസഫിക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രം എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിൻ്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ്. അപ്പോൾ പടിഞ്ഞാറൻ ഘട്ടമായിരിക്കില്ല, പശ്ചിമഘട്ടമായിരിക്കും കേട്ടോ. പശ്ചിമഘട്ടമായിരിക്കാം. പശ്ചിമഘട്ടമാണെങ്കിൽ നമുക്കിത് കേരളത്തിൻ്റെ ഇതെന്താ? പടിഞ്ഞാറാണ്. ഇത്
കിഴക്കാണ്. അപ്പോൾ കേരളത്തിൻ്റെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഈ സൈഡിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ കിഴക്ക് ഭാഗത്താണ് എന്ത് വരുന്നത്? പശ്ചിമഘട്ടം. കിഴക്കൻ ഭാഗത്തിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് അവർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇനി ഫൈനൽ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇത് ഡിലീറ്റ് ആക്കാം. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ എന്താ പറയുന്നത്? താഴെ പറയുന്നതിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ നദി, അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? നർമ്മദയാണോ, താപ്തിയാണോ, ഗോദാവരിയാണോ, കൃഷ്ണയാണോ? ഏതാ? ഗോദാവരി നദിയാണ് അല്ലേ. ഗോദാവരി നദിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരി നദിയാണ് അല്ലേ. പിന്നെ നർമ്മദ നദിയുടെയും താപ്തി നദിയുടെയും പ്രത്യേകത എന്താ? നർമ്മദ നദിയുടെയും താപ്തി നദിയുടെയും പ്രത്യേകത എന്താ? അവരെങ്ങോട്ടാ പോണത്? അറബിക്കടലിലേക്കാണ് പോകുന്നത് അല്ലേ. അതേപോലെ ഗോദാവരിയും കൃഷ്ണയൊക്കെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. നർമ്മദ താപ്തിയൊക്കെ എങ്ങോട്ട് പോകുന്നു? അറബിക്കടലിലേക്ക് പോകുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 16ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാ? പെരിയാറാണോ, നെയ്യാറാണോ, പറമ്പിക്കുളമാണോ, ഇടുക്കിയാണോ? പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണല്ലേ. അതെന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അത് തെറ്റാണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും വലുത് രാജസ്ഥാനും ഏറ്റവും ചെറുത് ഗോവയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ 1ഉം 2ഉം ശരിയാണല്ലേ. എ ആൻസർ നമുക്ക് കിട്ടി. ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ? 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ, കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം. ഏത് സംസ്ഥാനമാണ് കായിക വിദ്യാഭ്യാസം പഠനത്തിൽ ഉൾപ്പെടുത്തിയത്? പാഠ്യവിഷയമാക്കി ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാ? കേരളമാണ് കേട്ടോ. കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാ? കാസർഗോഡാണോ, കണ്ണൂരാണോ, ആലപ്പുഴയാണോ, കൊല്ലമാണോ? ഏതാ? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. കണ്ണൂരാണ്. ഏറ്റവും കുറവ് എവിടെയാ? ഏറ്റവും കുറവ് കൊല്ലത്താണ് കേട്ടോ. ഏറ്റവും കുറവ് കൊല്ലത്താണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? കേരളത്തിലെ 5 നദികൾ കിഴക്കോട്ട് 39 നദികൾ പടിഞ്ഞാറോട്ടും. അതെന്താ? തെറ്റാണ് അല്ലേ. പിന്നെ 44 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതും തെറ്റാണ്. കേരളത്തിലെ 4 നദികൾ കിഴക്കോട്ട് 40 നദികൾ പടിഞ്ഞാറോട്ട്. അതും തെറ്റാണ്. പിന്നെ എന്താണ്? കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ട് 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് അല്ലേ. അതാണ് എന്ത്? ശരിയായ പ്രസ്താവന. ഡി ആണ് ശരിയായ പ്രസ്താവന. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലേ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. മൊത്തം എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, ഒന്ന് റിവൈസ് ചെയ്യാം. സുനിത വില്യംസിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്ന വ്യക്തി ആരായിരുന്നു? നടന്ന വനിത കേട്ടോ. വനിത ആരാണ്? സുനിത വില്യംസ് ആണ് അല്ലേ. സുനിത വില്യംസ് ആണ്. പിന്നെ എന്താ പറയുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. പിന്നെ അതേപോലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അത് ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലേ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്തെ ഏതാ? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അതേപോലെ കേരളത്തിലെ ആദ്യ സ്വതന്ത്ര താപനിലയം ഏതാണ്? കായംകുളം താപനിലയമാണല്ലേ. കായംകുളം താപനിലയമാണ്. അതേപോലെ പിന്നെന്താ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പെരിയാർ നദിയിലാണ്. പിന്നെ അതേപോലെ പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ദ്വീപുകൾ കാണപ്പെടുന്നത്. പിന്നെ അതേപോലെ പടിഞ്ഞാറല്ല പശ്ചിമഘട്ടമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഏതു കൂടെയാണ്? കിഴക്കൻ തീരത്തു കൂടെയാണ്.
പിന്നെ അതേപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുത് വീതിയേറിയതുമായ നദി ഏതാണ്? ഗോദാവരിയാണ് അല്ലേ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഏറ്റവും വലുതും വീതിയേറിയതുമായ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. നർമ്മദയും താപ്തി എങ്ങോട്ട് ഒഴുകുന്നു? അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നതാണ് അല്ലേ. അറബിക്കടലിലോട്ട് ഒഴുകുന്ന നദികളാണ് നർമ്മദയും താപ്തി എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലേ. പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതേപോലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണല്ലേ. പിന്നെ അതേപോലെ കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം, അതായത് നമ്മുടെ എല്ലാ പഠന വിഷയങ്ങളോടുകൂടി നമ്മുടെ കായിക വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലത്താണ്. പിന്നെ അതേപോലെ നമുക്ക് എത്ര നദികളുണ്ട്? മൊത്തം 44 നദികളുണ്ട്. അതിൽ 3 നദികൾ എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. 41 നദികൾ എങ്ങോട്ട് ഒഴുകുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. 2025 സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? മലാല യൂസഫ്സായി ആണോ? ഗ്രേറ്റ് തുൻബർഗ് ആണോ? മറിയ കുറീന മച്ചാഡോ ആണോ? വ്ളാഡിമിർ സെലൻസ്കി ആണോ? ആരാ? മറീന കുറീന മച്ചാഡോ ആണ് അല്ലേ. മറീന കുറീന മച്ചാഡോ ആണ് 2025 സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം നേടിയ വ്യക്തി. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കേരളത്തിലെ ഏത് നഗരത്തിലാണ്? കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കേരളത്തിലെ ഏത് നഗരത്തിലാണ്? തിരുവനന്തപുരമാണോ? കൊച്ചിയാണോ? കോഴിക്കോടാണോ? ആലപ്പുഴയാണോ? എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ്. എവിടെയാണ്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണേ. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് സമുദ്രത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് സമുദ്രമാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബംഗാളാണോ? അറബിക്കടലാണോ? കറുപ്പ് കടലാണോ? ചെങ്കടലാണോ? എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ് അല്ലേ. ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് എന്തിന് ഈർപ്പം നൽകുന്നത്? വടക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾക്ക് ഈർപ്പം നൽകുന്നത് അല്ലേ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. വടക്കു പടിഞ്ഞാറ് മൺസൂൺ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണ്? തമിഴ്നാട് തീരത്തിനൊക്കെ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് വടക്കു പടിഞ്ഞാറ് മൺസൂൺ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തമിഴ്നാട്ടിലാണ്. എവിടുന്ന് വരുന്നതാണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്നതാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളത്തിലെ നഗരസഭകൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ നഗരസഭകൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ജില്ലാ പഞ്ചായത്താണോ? കേന്ദ്ര സർക്കാരാണോ? ഗ്രാമപഞ്ചായത്താണോ? സംസ്ഥാന സർക്കാരാണോ? ആരുടെ കീഴിലാണ്? കേരളത്തിലെ നഗരസഭകൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണല്ലേ. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പം നഗരസഭകളുടെ കീഴിലാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത്. പിന്നെ നഗരസഭകൾ, പിന്നെ അതുപോലെ കോർപ്പറേഷനൊക്കെ ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് കേട്ടോ. നമുക്ക് തെറ്റാനൊരു ചാൻസ് കൂടുതലാണ്. കാരണം മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നത് പിന്നെ ഗ്രാമപഞ്ചായത്തൊക്കെ ബന്ധപ്പെട്ടതല്ലേ എന്നൊക്കെ വിചാരിച്ച് തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നഗരസഭകൾ ആരുടെ കീഴിലാണ്? നഗരസഭ, കോർപ്പറേഷനൊക്കെ ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് കേട്ടോ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനത്തിൽ കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഗംഗാ നദി ഏത് സംസ്ഥാനത്ത് കൂടെയാണ്? ഉത്തർപ്രദേശാണോ? പശ്ചിമ ബംഗാളാണോ? ബീഹാറാണോ? ഉത്തരാഖണ്ഡാണോ? ഏതിൽ കൂടെയാണ്? ഉത്തർപ്രദേശിൽ കൂടെയാണ് കേട്ടോ. ഉത്തർപ്രദേശിൽ കൂടെയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് രാജ്യത്താണ്? 2024 എവിടെയാണ്? ബ്രസീലാണോ? ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക? ഇവയൊന്നുമല്ല. ഏതാണ്? ബ്രസീലാണ് 2024. 2025 എവിടെയാണ്? 2025 ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ് 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതൊക്കെയാ? ഉത്തരായന രേഖ കടന്നു പോവാത്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മിസോറാം, ത്രിപുര, മണിപ്പൂർ, ഗുജറാത്ത്. ഏതിൽ കൂടെ ഉത്തരായന രേഖ കടന്നു പോവാത്തത്? മിസോറാം ഉണ്ട്, മണിപ്പൂരുണ്ട്,
ത്രിപുര ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഏതാ കടന്നു പോകാത്തത്? മണിപ്പൂരിൽ കൂടെ കടന്നു പോകുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒരു കോഡൊക്കെ ഉണ്ട് അല്ലേ, എല്ലാവർക്കും പരിചയമായത് തന്നെ ആയിരിക്കും. ഗജരാജൻ MP ചത്തത്, ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോഡൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടാവോ? അത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ. ഗജ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, ഗജരാജൻ രാജസ്ഥാൻ, ഗജരാജൻ ഇത്രയും സംസ്ഥാനങ്ങളാണ് കേട്ടോ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അതായത് ഗജ എന്ന് പറഞ്ഞാൽ ആരാ? ഗുജറാത്താണ്. രാജൻ പറഞ്ഞാൽ ഗജരാജൻ രാജസ്ഥാൻ. MP എന്ന് പറയുന്നത് മധ്യപ്രദേശ്. ചത്തത് പറഞ്ഞാൽ ഛത്തീസ്ഗഡ്. ബംഗാളി എന്ന് പറഞ്ഞാലോ പശ്ചിമ ബംഗാൾ അല്ലേ. പുര എന്ന് പറഞ്ഞാൽ ത്രിപുര. മിസ് പറഞ്ഞാൽ മിസോറാം. കണ്ടത് പറഞ്ഞാൽ ജാർഖണ്ഡ് കേട്ടോ. അപ്പോൾ എത്ര സംസ്ഥാനങ്ങളാ? 1 2 3 4 5 6 7 8 സംസ്ഥാനങ്ങളിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് അല്ലേ. ഇതാണ് കോഡ് കേട്ടോ. ഗജരാജൻ MP ചത്തത്, ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത്. ഇതാണ് കോഡ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളും കടന്നു പോവാത്ത സംസ്ഥാനങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാ? പകർച്ചവ്യാധികളാണോ, മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണോ, മാലിന്യങ്ങളാണോ, ഭക്ഷണ മലിനീകരണമാണോ? ഏതാ? മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണല്ലേ. മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണ് എന്തിന് കാരണം? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം. അതിൻ്റെ അത് കാരണമാകുന്ന രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫൗലേറി അല്ലേ. നെഗ്ലേറിയ ഫൗലേറി കാരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞതാണല്ലേ. നെഗ്ലേറിയ ഫൗലേറി എന്നതാണ് രോഗകാരി. എന്തിൻ്റെ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ. 29ാമത്തെ ക്വസ്റ്റ്യൻ. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ 2024 ചോദിച്ചിട്ടുള്ളത് ഏത് നോവലിനാ? ആനോ, സീൻ, ഉഷ്ണരാശി, ചിത്തിര. ഏതാ? ആനോ നോവലിനാണ് കേട്ടോ. ആനോ നോവലിനാണ് എന്ത് കിട്ടിയത്? 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന ഏത് രാജ്യവുമായിട്ടാണ്? പാകിസ്ഥാനാണോ, അഫ്ഗാനിസ്ഥാനാണോ, നേപ്പാളാണോ, ബംഗ്ലാദേശാണോ? ഏതാ? ബംഗ്ലാദേശുമായിട്ടാണല്ലേ. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. 2025 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? മറിയ കുറീന മച്ചാഡോ അല്ലേ. മറിയ കുറീന മച്ചാഡോ ആണ്. അതേപോലെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ് എന്ത്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണല്ലേ. അതേപോലെ വടക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ പ്രധാനമായി എവിടെ നിന്ന് വരുന്നതാ? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്നതാണ് അല്ലേ. പിന്നെന്താ? നഗരസഭകളൊക്കെ ആരുടെ കീഴിലാണ്? കേരളത്തിലെ നഗരസഭകൾ മുനിസിപ്പാലിറ്റിയൊക്കെ ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് അല്ലേ. അതേപോലെ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തർപ്രദേശിലൂടെയാണ് അല്ലേ. അതേപോലെ 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് അല്ലേ. അതേപോലെ 2025 G20 ഉച്ചകോടി എവിടെയാണ്? ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക കേട്ടോ. ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇനി എന്താ? ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെ പറഞ്ഞു? മണിപ്പൂർ കടന്നു പോകുന്നില്ല അല്ലേ. മിസോറാം, ത്രിപുര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം, പിന്നെന്താ ജാർഖണ്ഡ് എന്നിവിടയിലൂടെ എല്ലാം ആര് കടന്നു പോകുന്നുണ്ട്? ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. അതേപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം എവിടെ നിന്ന് പകരുന്നതാ? മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണ് അല്ലേ. അതിന് രോഗകാരി ഏതാ? നെഗ്ലേറിയ ഫൗലേറി ആണല്ലേ. നെഗ്ലേറിയ ഫൗലേറി ആണ്. പിന്നെ അതേപോലെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ഏതാ? ആനോ എന്ന നോവലിനാണ് അല്ലേ. പിന്നെ അതേപോലെ ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? ബംഗ്ലാദേശ് ആണല്ലേ. ബംഗ്ലാദേശാണ്. പിന്നെന്താ പറയുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണോ, ഗോതമ്പാണോ, തെങ്ങാണോ, കുരുമുളകാണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാ? നെല്ലാണല്ലേ. നെല്ലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. എന്താണ്? നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. 32ാമത്തെ ക്വസ്റ്റ്യൻ.
ശരീരത്തുലനനില പാലിക്കുന്ന മസ്തിഷ്കഭാഗം. ശരീരത്തുലനനില പാലിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ്? സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഏതാണ്? സെറിബെല്ലമാണ് അല്ലേ? സെറിബെല്ലമാണ് എന്ത്? ശരീരത്തുലനനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം. 33ാമത്തെ ക്വസ്റ്റ്യൻ. എപ്പികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എപ്പികൾച്ചർ ഏത് മേഖല? തേനീച്ച, മുയൽ, മീൻ, പട്ടുനൂൽ. ഏതാ? തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത് അല്ലേ? ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാണ്? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവ ആണോ, വൈറസ് ആണോ? ഏതാ? മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണോ? പ്രോട്ടോസോവ ആണല്ലേ. പ്രോട്ടോസോവ കാരണമാണ് എന്തുണ്ടാവുന്നത്? മലേറിയ ഉണ്ടാവാൻ കാരണം ആരാണ്? പ്രോട്ടോസോവയാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. മുണ്ടകൻ കൃഷി ഏത് വിള എന്നറിയപ്പെടുന്നു? മുണ്ടകൻ കൃഷിയുടെ ഏത് വിള എന്നറിയപ്പെടുന്നു? ശരത്കാല വിള, ശീതകാല വിള, വേനൽക്കാല വിള, ഇവയൊന്നുമല്ല. ഏത് വിളയാ? ശീതകാല വിളയാണ് കേട്ടോ. ശീതകാല വിളയാണ് എന്ത്? മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത് എന്ത് വിളയാണ്? ശീതകാല വിളയാണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നതിൽ ജനിതക രോഗങ്ങൾ ഏത്? ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠം, ക്ഷയം, മന്ത്, മലേറിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, നിപ്പ. ഏതൊക്കെയാണ് ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത്? ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയുമാണല്ലേ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയയാണ് എന്ത്? ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജൈവ ഘടികാരമായി അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? ജൈവ ഘടികാരം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പീയൂഷ് ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. ഏതാ? പീനിയൽ ഗ്രന്ഥിയാണല്ലേ. പീനിയൽ ഗ്രന്ഥിയാണ് എന്താ അറിയപ്പെടുന്നത്? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം. ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കോക്ലിയ, യൂട്രിക്കിൾ, സാക്യൂൾ, അർദ്ധവൃത്താകാര കുഴലുകൾ. ഏതാ? ആന്തരകർണത്തിലെ സ്രവത്തെ സഹായിക്കുന്ന ഭാഗം ഏതാ? കോക്ലിയാണ് കേട്ടോ. കോക്ലിയാണ്. ഇനി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാ ജലത്തിൽ ലയിക്കുന്നത്? എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, കെ ഉണ്ട്. ഏതാ ജലത്തിൽ ലയിക്കുന്നത്? സി ഉണ്ട് അല്ലേ. അതേപോലെ ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ അതേപോലെ ബിയും സിയും എന്നീ വിറ്റാമിനുകൾ എന്തിൽ ലയിക്കുന്നതാണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അതുപോലെ 40ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏതാ? വർണ്ണാന്ധത, നിശാന്തത, തിമിരം, ഗ്ലോക്കോമ. ഏത് രോഗം? നിശാന്തത രോഗമാണ് അല്ലേ. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. പിന്നെ ഇനി ബാക്കിയുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. 41 മുതൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ് അല്ലേ. അതേപോലെ ശരീരത്തുലനനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബെല്ലമാണ്. അതുപോലെ എപ്പികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേനീച്ച വളർത്തല്ലേ. അതേപോലെ മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാ? പ്രോട്ടോസോവ രോഗാണുവാണ് എന്തുണ്ടാക്കുന്നത്? മലേറിയ ഉണ്ടാക്കുന്നത്. ശീതകാല വിള ഏതാണ്? ഒരു ശീതകാല വിള ഏതാണ്? മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത് ശീതകാല വിളയാണ് അല്ലേ. അതേപോലെ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്നത്. അതേപോലെ ജൈവ ഘടികാരം എന്താണ്? ഏത് ഗ്രന്ഥിയാ? പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്. അതേപോലെ കോക്ലിയ എന്താണ്? ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗമാണ് അല്ലേ. ആന്തരകർണത്തിലെ ശ്രവണത്തെ നമ്മളെ കേൾക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. അതുപോലെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ബിയും സിയും. ബി എന്ന വിറ്റാമിനും സി എന്ന വിറ്റാമിനും ജലത്തിൽ ലയിക്കുന്നതാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാ? നിശാന്തത രോഗം ഉണ്ടാകുന്നത് എന്തിലൂടെയാണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അല്ലേ.